നിങ്ങൾ ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മതഭീഷണി ഞങ്ങൾക്ക്. ലീഗ് പ്രവർത്തകനായിരുന്ന റാഫി പുതിയകടവായിരുന്നു യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് മുഈനലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ചത്. പിന്നാലെ മുഈനലി തങ്ങൾ മലപ്പുറം ടൗൺ പോലീസിൽ പരാതി നൽകി. നേതാക്കളുമായി റാഫിക്ക് ബന്ധമുണ്ടെങ്കിൽ അന്വേഷണത്തിന് വിധേയമാകട്ടെയെന്ന് തങ്ങളുടെ പ്രതികരണം. പ്രവർത്തകനാണെന്നില്ലല്ലോ, നമുക്കിപ്പോൾ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പല തരത്തിൽ ബന്ധമുണ്ടാവുമല്ലോ. അപ്പോൾ ഔദ്യോഗികമാവണമെന്നില്ലല്ലോ, അനൗദ്യോഗികം പറ്റുമല്ലോ. നേരത്തെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ മുഈനലി തങ്ങൾ പരോക്ഷമായി വിമർശിച്ചിരുന്നു. പാണക്കാട്ടെ കൊമ്പും ജില്ലയും വെട്ടാൻ ആരും നോക്കേണ്ട, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയെ തള്ളുന്ന രീതിയിലായിരുന്നു മുഈനലി തങ്ങളുടെ പ്രതികരണം. ലീഗ് സമസ്ത ഏറ്റുമുട്ടലിൽ ഇത് സജീവ ചർച്ചയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മുഈനലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. തങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി ലീഗ് നേതൃത്വം രംഗത്തെത്തി. കുറ്റവാളികൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കി. ഭീഷണിപ്പെടുത്തിയ വ്യക്തിയെ അച്ചടക്കം ലംഘിച്ചതിന് പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്നും സലാം വിശദീകരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സമസ്ത യുവജന സംഘടനയായ SKSSF മാർച്ച് നടത്തി. പാണക്കാട് തറവാട്ടിലെ ഒരാളെയും ആരും തൊടില്ലെന്നും ഇടതുപക്ഷ MLA KT ജലീലും ഫേസ്ബുക്കിൽ കുറിച്ചു. സമസ്തയിലെ ഒരു വിഭാഗവുമായി ലീഗിന്റെ ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.